ഹലോ, ആദ്യത്തെ ബോക്സ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ വീണ്ടും വീണ്ടും തുറക്കുമ്പോൾ ഉണ്ടാവുന്നു? ഇതുപോലെ ക്യൂട്ടായിട്ട് ഗിഫ്റ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെയല്ല, വാലന്റൈൻസ് ഡേ അല്ലേ വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരാന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് ഗിഫ്റ്റുകൾ ഉണ്ടാക്കി കൊടുത്താലോ. കപ്പിൾസിന് മാത്രമേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് വാലന്റൈൻ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഈ ഒരു ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഗിഫ്റ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇതിൽ യൂസ് ചെയ്ത എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഈ പേപ്പറിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇതുപോലെ ലവ് ഷേപ്പിലും കൂടെ ആ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെ കളർ പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി വേറെ നേരത്തെ എടുത്ത മെഷർമെൻറ്റിനും കുറച്ച് മെഷർമെൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിനകത്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 സൈഡും ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിന് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലെ കുഞ്ഞു കാർഡ്സിലോ പേപ്പറിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജസ് എഴുതിയിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിലും ചെറുതൊരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിടണം. പിന്നെ അതിലും ചെറിയൊരു സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇതാണ് ലാസ്റ്റത്തെ ബോക്സ്. ഇതിലാണ് നിങ്ങൾ സീക്രട്ടായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതും വെച്ച് കൊടുക്കാം. സോ മുന്നത്തെ ഷീറ്റും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് ഒരു ബോക്സിൻ്റെ അടപ്പം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അളവിനും കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോക്സിന് അടപ്പ് ഉണ്ടാക്കിയിടുന്നുണ്ട്. അങ്ങനെ 4 ബോക്സിന് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 5 ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ അത് ഓരോന്നായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഗമ്മ് തേച്ചിട്ട് അത് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ അടപ്പുകളുണ്ടല്ലോ, ഓരോ ബോക്സസും ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് അടച്ച് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും ഒരു ബോക്സ് അല്ലേ, ഈ ബോക്സിനകത്ത് എന്തെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ആ കിട്ടുന്ന ആൾ തുറന്നു നോക്കുമ്പോഴാണ് ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും. സോ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇതുപോലെ ക്യൂട്ട് ഗിഫ്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് ബർത്ത്ഡേക്കും ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വെറുതെ ഇഷ്ടം കൂടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു സ്റ്റിക്കറും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആർക്കാ കൊടുക്കാൻ പോണേ കമൻറ്റ് പറയാൻ മറക്കല്ലേ. സോ ഇന്നത്തെ ഈ ഗിഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലിലെ ബാക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.